കാണിച്ചിട്ട് പൊക്കടാ. ഇപ്പൊ ആവശ്യം ഇനിയിപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൊടുക്കും.
സിനിമകളെ നോക്കുമ്പോൾ സിനിമകളുടെ ഏറ്റവും വലിയ വിജയം ഒരു സിനിമയുടെ പ്രൊഡക്ഷന് ശേഷം ആഫ്റ്റർ ഓൾ ദ പോസ്റ്റ് പ്രൊഡക്ഷൻ അതൊരു തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് കവിത തിയേറ്ററിന്റെ ഓണർ സാജു സർ, വെരി ക്ലോസ് വിത്ത് ലിസൺ ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ സജനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And also welcoming right friends and family. And ഇന്ന് നമ്മളുടെ ഈ ഒരു ആഘോഷത്തിലേക്ക് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. സോ എല്ലാവരും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റേജിൽ ഇത്ര സ്ഥലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കാത്തത്. സോ ഇനി നമുക്ക് രണ്ടുപേരും കൂടിയുണ്ട്. നെയ്മർ സിനിമയുടെ ഡയറക്ടർ സുധീർ. സോ പ്ലീസ് everybody who has been a part of this journey, a wonderful journey. നമ്മളെ ഇനി ഒരുപാട് പേര് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ as we have a very limited space here, നമ്മൾ എത്ര പേരെ ചുരുക്കുകയാണ്. ആൻഡ് ചുരുക്കുന്നതിന് മുമ്പ് ഒരാൾ കറക്റ്റ് ടൈമിൽ വന്ന് എത്തിയിട്ടുണ്ട്. ദിലീപേട്ടൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ശബ്ദം അഫ്സൽക. ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ കറക്റ്റ് ടൈമിങ്ങിലാണ് അഫ്സൽക നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ടു ദ റൈറ്റ് ബിഗിനിങ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആഘോഷം അത് വളരെ ഐശ്വര്യം നിറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. സോ ദ ലാമ്പ് ഇസ് ഓൾ സെറ്റ്. വിളക്കിലെ നാളങ്ങൾ തെളിയിച്ചുകൊണ്ട് തന്നെ വളരെ ഐശ്വര്യപൂർണമായ ഒരു തുടക്കത്തിലേക്ക് അപ്പോ ഒരുമിച്ച് നമുക്ക് ആ ഒരു ആദ്യത്തെ സിയാദിക്ക് തന്നെ കത്തിക്കുമ്പോൾ it gives a lot of pleasure, love and happiness. Yes. ആ ഒരു ആദ്യ തിരി നാളെ തന്നെ നമുക്കൊരു കൈയടി കേട്ടില്ല എല്ലാവരും ഒരുമിച്ച്. Come on. To the place where we celebrate movies, Malayali to ആഘോഷമാക്കുന്ന the medium of conveyance, and that is cinema. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെന്ന് ഒരുപാട് അഹങ്കാരത്തോടുകൂടി പറയുന്ന കാര്യമാണ് നിങ്ങൾ മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? Because that is the level that we always keep up. And yes, Prince and family is taking Malayalam cinema, Malayalam film industry to new heights, to new greater heights. So it is a truly moment for all of us to be proud of. Basically, നമുക്ക് ഒരുപാട് പേരുടെ ഭാഗമാണ് ഈ സിനിമ വിജയമാകാൻ കാരണങ്ങളായിട്ടുള്ളവരാണ്. സോ റിക്വസ്റ്റിംഗ് ആ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വന്നാൽ എല്ലാവരും ഒരുമിച്ച് this is a family. As the name suggests, this is a family, Prince and family. So let's do this together. Let's celebrate working together as a family. And here, even the audience, the only thing we can do is, yes, Allah, they have already started clapping. So let's give it up. Every time we are doing this, let's show love and support. അങ്ങനെ തിരി നാളുകൾ തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് അതിൽ നിന്നും ഓർമ്മകൾ തികഞ്ഞെടുക്കുക എന്നതാണ്. സോ can we take a picture? എല്ലാവരും ഒന്ന് So many of the people, the actors of Prince and Family, അപ്പോൾ അവരെയും കൂടെ നമ്മളൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. Prince and Family എന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു അഭിനയിച്ചവർ മാത്രമല്ല, this is going to be more special. നമ്മുടെ entire cast and crew ഒരുമിച്ച് സ്വാഗതം ചെയ്യാണ്. ടെക്നിക്കൽ ക്രൂ നിങ്ങളെ കൂടെ സ്വാഗതം ചെയ്യാണ് ഈ ഒരു ഫോട്ടോയിലേക്ക്. crew members കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Welcoming the actors, the crew members, the technicians and everyone. Big round of applause to the entire cast and crew of Friends and Family. ഒരുപാട് പേര് നമ്മളോടൊപ്പം എത്തിയിട്ടില്ല. ഇത് കംപ്ലീറ്റ് ക്രൂ അല്ല ആക്ച്വലി, ബട്ട് സ്റ്റിൽ പെട്ടെന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സീറ്റിംഗ് സ്പേസിലേക്ക് എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. Yes, requesting all of you to please get back to your seats as we are about to begin the very, very formal session of this gathering. Once again, we would love to have all of you to settle
കടന്നിരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. As we all know, we have a very, very long game. ഫോട്ടോ എടുത്തോളാം. That's very sweet. ഒരു piece of art, a gift for ദിലീപേട്ടൻ. And I think ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ തന്നെ നമ്മുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ അതൊരു അടിപൊളി. Dileep sir here. So ladies and gentlemen, ഒരു ഷോർട്ട് ഗ്ലിംസിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് സിനിമകളുടെ പേരുകൾ മാത്രമാണ് പറഞ്ഞത്, പക്ഷേ ദിലീപ് എന്ന ജനപ്രിയ നായകനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന കുറച്ച് മുഖങ്ങളുണ്ട്, കാണാം. ഇത് 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ പയനിയർ മൈൽ സ്റ്റോൺ ആസ് വെൽ. ആൻഡ് ഒരു കഴിഞ്ഞ് മായാമോഹിനി വരെ ടു ദ കോർ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി സ്റ്റാർട്ട് ദിസ് സ്റ്റേജ് വിത്ത് ഹിം. ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, here we have മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ്. We are very happy to be a part. And ഞങ്ങൾ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത് ദിലീപേട്ടൻ്റെ വാക്കുകളിൽ ആരംഭിക്കാനാണ്. സോ ആദ്യം എനിക്ക് തന്നെ മൈക്ക് ഞാൻ വിചാരിച്ചില്ല, പെട്ടെന്ന് ടെൻഷനായിപ്പോയി. കാരണം എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഫംഗ്ഷനിൽ നമുക്ക് ലാസ്റ്റാണ് മൈക്ക് കിട്ടാറ്. സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത്. അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയൊരു സിനിമ ജീവിതമാണ് എൻ്റെ. അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ശ്രീനിയേട്ടൻ, സായി ചേട്ടൻ, സിദ്ദിഖ തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ലിസ്റ്റ് ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. വേണുവേട്ടൻ, ഉണ്ണിയേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, മാളച്ചേട്ടൻ, ബഹദൂർക്ക തുടങ്ങിയ ഒരുപാട് ഒരു അനീഫിക്ക. ശരിക്കും എന്താ പറയുക, നമ്മളെ ഉണ്ടെങ്കിലും ഇല്ലെന്ന മട്ടിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് എൻ്റെ ഒപ്പവും പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോക് ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ. അവരുടെയൊക്കെ കൂടെ കളിച്ച് ചിരിയും കരച്ചിലൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ ഇത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും, അത് ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, മധുസാറിൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ അവർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ. എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 150 സിനിമ എന്നുള്ള ദൈവാനുഗ്രഹം അതുവരെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥതയോടെ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറപ്പുളച്ചത്. എൻ്റെ കൂടെ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, എൻ്റെ ഡയറക്ടേഴ്സ്,
എൻ്റെ റൈറ്റേഴ്സ് എല്ലാവരും, എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും. അപ്പോൾ അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം. ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ 60-ാം ദിവസം ആഘോഷിക്കുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് 120-150 ദിവസവും ആണ് നമ്മുടെ കണക്കിലെടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് 25 ദിവസം 30 ദിവസം എന്ന് പറയുന്ന ഒരായുസാണ് ഒരു സിനിമയ്ക്ക് വയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോൾ നമുക്കത് ഒട്ടിൽ കാണാം, ചിലപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ്. അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ലിസ്റ്റിനോട്. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക്. ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫംഗ്ഷനിൽ പറയണ്ടായി, ദിലീപേട്ടൻ്റെ സിനിമകളുണ്ട്, ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയെന്നല്ല ഞാൻ പറയുന്നത്, ആ എൻ്റെ ചെറുപ്പക്കാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപേട്ടൻ. ദിലീപേട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ആത്മവിശ്വാസം, ഇത് ഗംഭീരമാവും. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ. എനിക്ക് വേണ്ടി എന്താ പറയുക, ഷാരീസ് ആണെങ്കിലും ബിറ്റുവാണെങ്കിലും അവരാത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഇതിലെല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി. അതിലെടുത്ത് പറയേണ്ട ഒരു താരം, ഞാനിതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത്, ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയെ ചെയ്ത ആ ക്യാരക്ടറാണ്. ആ കഥാപാത്രം മോശമായാൽ ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയുടെ ആദ്യത്തെ സിനിമയാണ്. ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് 60 ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയുക, നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും, പിന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ്, എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ 30 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീരാത്ത നന്ദിയാണ്. കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നുള്ളത്. അതിന് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയിൽ എല്ലാവരെയും ആരെയും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അവസരത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. പിന്നെ ഞാൻ ലിസ്റ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെയുണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പേരത്ത് എൻ്റെ സഹപ്രവർത്തകർ, എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും. താങ്ക് യു.
ഒരു ചെറിയൊരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങി നമ്മൾ ഒരു പ്രാവശ്യം കാണും, 5 പ്രാവശ്യം കാണും. പക്ഷേ ഒരു സിനിമ 100 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് അത് പറയാനായിട്ട് ഒരേ ഒരു നായകനെ ഉള്ളൂ. ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ, ജനപ്രിയ നായകൻ ദിലീപ് sir. Once again, let's give it up. And ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വാളയാർ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ്. അപ്പൊ അതിലെ അടി സഖേ എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടന് ഇപ്പൊ പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ താങ്ക് യു സോ മച്ച്. ഞാൻ പൊക്കോട്ടെ സാറേ. ഓ അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ദിലീപ് ഫാൻസിൻ്റെ സഹോദരൻ. അതാണ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ക്ഷമിക്കുക, കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നോട് സ്നേഹത്തോടുകൂടി നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മോനെ 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 നമ്മൾ ബഹളം ഉണ്ടാക്കാനല്ല മോനെ മോനെ ഹലോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ സംഭവം നടക്കട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. താങ്ക് യു. എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. ഒരു വലിയ കൈയടി നൽകാം. ആഘോഷം അധികം പേര് കലാപരിപാടികൾ ഇവിടെയാണ്. അപ്പൊ കലകൾ ഇവിടെ. ഇപ്പോ ആക്ട്രസ് റാണിയ. ഞാനിപ്പോ അതിശയത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. What a performance! ചിഞ്ചു റാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചിഞ്ചു റാണി ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് കൈ കൊടുക്കാം. പെർഫോമൻസ് വേറെ ലെവലെന്ന് തന്നെ പറയണം. ബിക്കോസ് ആൻഡ് ഇറ്റ്സ് വെരി റെയർ. നമ്മളൊരു മൂവിയുടെ ഒരു സച്ച് എ സെലിബ്രേഷൻ വേദിയിൽ ആ മൂവിയിലെ നായിക ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ഡാൻസ് പെർഫോമൻസ്, അതുപോലെ ശിവകൃതി യുനോ മൈൻഡ് ബ്ലോയിങ്. പക്ഷേ അതിനൊക്കെ അപ്പുറം ലെറ്റ്സ് കം ബാക്ക്. വി വോണ്ട് യു ടു സേ ആൻഡ് സ്പീക്ക് ടു ദം. കാരണം ഡെബ്യൂ മൂവി എല്ലാവരും ഒരു കൈ നീട്ടി സ്വീകരിച്ചു. എനിക്കറിയാം യുവർ പാന്റിങ് ആക്ച്വലി. പക്ഷെ ഒരു ഹായ് പറഞ്ഞിട്ട് നമുക്ക് പോവാം. വാട്ട്സ് ഇറ്റ്? ഹായ് എല്ലാവർക്കും നമസ്കാരം. I'm really sorry. So, ഇഷ്ടപ്പെട്ടോ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എനർജി ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? Thank you so much. I really want to say thanks to സന്തോഷ് ഏട്ടൻ. ഇങ്ങനൊരു വേദി ഒരുക്കി. Everyone who's sitting here, thank you so much for your time. ഭയങ്കര സന്തോഷം. ഒരു നിമിഷം നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഒരു സെക്കൻഡ് പോസ് ചെയ്ത് നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. റാണിയ പല ഇന്റർവ്യൂസിലും പറഞ്ഞു റാണി തന്നെയാണോ? ചിഞ്ചു റാണിയുടെ ഒരു പോർഷൻ ഇപ്പോഴും റാണിയറുണ്ടോ? ചിഞ്ചുവിന്റെ ആക്ച്വലി ബോഡി വെയിറ്റ് ഇപ്പോഴും എൻ്റെ ബോഡിയിലുണ്ട്. So I am happy for that because she is the one that who showed me this world is very beautiful. ഞാൻ കുറച്ച് റിസർവ്ഡ് ആൻഡ് കുറച്ച് ഇങ്ങനെയല്ല. അപ്പം എനിക്ക് പേഴ്സണലി ചിഞ്ചു റാണി എന്നുള്ള കഥാപാത്രത്തിന്റെ എനർജിയിൽ ലൈഫ് കാണാൻ പറ്റുമ്പോൾ ഞാൻ കുറച്ചുകൂടി ബട്ടർഫ്ലൈ പോലെ പറക്കാൻ തുടങ്ങി, കുറച്ചുകൂടി ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങി. ഞാൻ സീരിയസ്ലി ജെന്യൂൻലി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സീരിയസ് പേഴ്സൺ ആണ്. സോ ഷീ ഈസ് ദ വൺ ഹു ഷോഡ് മീ ദിസ് ലൈഫ് ഇസ് വെരി കളർഫുൾ. സോ താങ്ക് യു ഷാരിസ് ചേട്ടാ. ആൻഡ് യെസ്, സോ താങ്ക് യു. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈ ബ്രീത്ത്. സോ ഒരുപാട് വർഷം കണ്ട് ഇത്രയും നല്ലൊരു ഓഡിയൻസിന് മുന്നിൽ ദിലീപ് ഏട്ടൻ്റെ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റാണിയ. താങ്ക് യു. പെർഫോമൻസ് കണ്ട് അതിൻ്റെ ഒരു മൂഡിലിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു നന്ദി പറച്ചിലിൻ്റെ ദിവസമാണ്. സമയം പോകുന്നറിയാം. എന്നാലും ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളും
കമ്മിറ്റിക്കാരില്ല എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നന്ദി പറയാനുള്ളൊരു അവസാന ഈ സിനിമയുടെ കുട്ടിയും കുട്ടിയുടെ അമ്മയും കൂടി നമ്മളെ കാണാൻ വന്നപ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചോദിക്കുന്നതാണ് ഭക്ഷണം തന്നെ കഴിച്ചോ. സാധാരണ ആളുകൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു എന്ന് പറയും, ഇല്ലെങ്കിൽ കഴിച്ചില്ല എന്ന് പറയും. ഇത് ചേട്ടാ ഞാൻ കഴിച്ചോട്ടാ, ഒരു 2 സെക്കൻഡ് ചിരി, പിന്നെ കഴിച്ചു. അപ്പം ഞാനും ശാരിസും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അങ്ങനെ വന്ന ആളാണ് ഇവിടുത്തെ റാണിയ. അതിൻ്റെ പിന്നിൽ ചിഞ്ചുറാണി ആക്കിയതിൽ റാണിയ എന്ന് പറയുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ ആക്ടിങ് വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ ആളുകളുടെ ഒരു പരിശ്രമമാണ് ചിഞ്ചുറാണി എന്ന് പറയുന്ന ആള്. ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ലിസ്റ്റൻ ബ്രോയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ലിസ്റ്റൻ ബ്രോ സനൽ ഏതൊരു പാട്ട് കേൾപ്പിച്ചു. ഇവൻ തന്നെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പൊക്കിയ ആളാണ് സനൽദേവ് ആണ് ഈ സിനിമയുടെ ആദ്യം മുതൽ എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു. നന്ദി സനൽദേവ് പിന്നെ അറിയിക്കുമായിരിക്കും. പിന്നെ സാഗർ ദാസ് ആണ് ഈ സിനിമയുടെ എഡിറ്റർ. ഞാൻ സനലിനെ വേദിയിലേക്ക് വിളിച്ചില്ല. സനൽ സാഗറും കൂടി ഒന്ന് വരണം. സാഗർ ഇച്ചിരി ഫ്രീക്കാണ്, അപ്പം ഒന്നും വിചാരിക്കരുത്. ഇതാണ് സാഗർ ദാസ്. ഞങ്ങൾ ക്യൂൺ തൊട്ടുള്ള പരിചയമാണ്. അങ്ങനെ ആ സിനിമയുടെ എഡിറ്റർ, ഈ സിനിമ ഇത്ര മനോഹരമാക്കാൻ സാഗറിൻ്റെ ശിഷ്യൻ അർജുനും അക്ഷയ് എല്ലാവരുടെയും പരിശ്രമമുണ്ട്. ഗോകുലിനെ പോലെ തന്നെ വേറൊരു ഹാർഡ് ഡിസ്ക് ആണ് അക്ഷയ് ഈ സിനിമയിൽ. അപ്പോൾ ഈ സിനിമയാണ്. ഇതാണ് സനലിന് തള്ളിയത് കുറച്ച് മതിയെന്ന് പറഞ്ഞ്. സനലിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇപ്പോൾ സനലിൻ്റെ 6ാമത്തെ 7ാമത്തെ സിനിമയുടെ അഡ്വാൻസ് മേടിക്കാൻ പോയിട്ട് വന്നതിൻ്റെ തിരക്കിലാണ്. തീർച്ചയായും വേണ്ടി നിന്ന ഗോകുലിൻ്റെ ടീമിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിൻ്റെ കളറിസ്റ്റ് ഇവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്, ജോജി ബ്രോ, ഈഷ. ഇവരെല്ലാം കഷ്ടപ്പാടുകൾ അവസാന ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരധികം വിഷമിച്ചാണ് ഇവരുടെ ആ സമയങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇത് ക്യൂബിലേക്ക് ആക്കാനും ഒക്കെ ഇവരുടെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇവർക്കുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരാളെ നമ്മൾ രക്ഷകയുടെ റോളിൽ ഈ സിനിമയിലെത്തിയ ഒരാളിവിടെ ഇരിപ്പുണ്ട്. അവരുടെ പേര് വിൻസി അലോഷ്യസ് എന്നാണ്. ചിഞ്ചു റാണിയുടെ ശബ്ദം കൊടുത്തത് വിൻസി അലോഷ്യസ് ആണ്. ചിഞ്ചു വളരെയധികം നന്നായി പെർഫോം ചെയ്തു. അപ്പം നമുക്ക് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ എടുക്കാം, ഒന്ന് ചെയ്ത് നോക്കാം എന്ന ഇതിൽ ഞങ്ങൾ വിളിച്ചതാണ് വിൻസിയെ. അപ്പോൾ വിൻസി ചോദിച്ചത്, ചേട്ടാ എത്ര ദിവസം ഇവിടെ ഡ്രസ്സ് എടുക്കണ്ടേ എന്ന് മാത്രമാണ് വിൻസി ചോദിച്ചുള്ളൂ. പിന്നെ ഇവിടെ വിൻസി വന്ന് ഡബിങ് ഇത്രയും മനോഹരമാക്കിയത് സൗണ്ട് എഞ്ചിനീയർ ഗായത്രിയാണ്. മലയാള സിനിമയെന്നല്ല, തെന്നിന്ത്യൻ സിനിമയിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ഡബിങ് എഞ്ചിനീയർ ആയിട്ട് ഒരാളെ ഉള്ളൂ, വനിത എന്നാണ് ഗായത്രി അവകാശപ്പെടുന്നത്. അത് ഗായത്രിയാണ്. ഇവിടെ ഇരിപ്പുണ്ട്. ഗായത്രിയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വി ഹാവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ എന്ന വേദിയിലെത്തുന്ന എല്ലാവർക്കും. So to begin with, let me welcome Q in the category content provider. Shinoy, Tripunithara, New Central, Kodamangalam, G Cinemas, Thrissur, Girija. We can welcome, so that is Chalakudi D Cinema, Kodungalur D Cinema. Ollur Fun Theatre, Fun Cinemas. Family cinema കണ്ടിറങ്ങിയത്. So സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സന്തോഷമാണ്. കാരണം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കാരണം ഞാനൊക്കെ ഇപ്പോൾ കുറേയധികം ഫംഗ്ഷനിൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ട്, ചെയ്യാൻ പറ്റാത്ത സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമ അങ്ങനെ ചെയ്യാൻ സാധിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിൻഡോയുടെയും എൻ്റെ സിനിമകൾ കണ്ടിട്ടാണ്. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ഫാമിലി ആയിട്ടുള്ള പ്രായമായിട്ടുള്ളവരൊക്കെ ദിലീപനെ എത്രത്തോളം ചിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപനെ വെച്ചൊരു സിനിമ എടുത്തത്. അതിൽ സക്സസ് ആകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങളുടെയൊക്കെ ബാനറിൽ ദിലീപനെ വെച്ചും അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. കാരണം സിബിറ്റി ആയിക്കോട്ടെ, വിൻസി ആയിക്കോട്ടെ, എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനോടും നന്ദി പറയുകയാണ്. ഇന്നിപ്പോൾ എന്നെ ഒരു രീതിയിൽ അല്ലെ വേറൊരു രീതിയിൽ സഹായിക്കുന്ന എല്ലാ സ്റ്റാഫുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ സിനിമയൊക്കെ നിങ്ങൾക്കറിയാം വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ സിനിമ ഓടത്തില്ല. ആ ബാക്കി കാശ് തരുന്നവരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് സിനിമ ഓടൂ എന്നുള്ള
ബോധ്യമുള്ളത് കൊണ്ടിട്ടാണ് മറ്റുള്ളവരെന്നൊക്കെ ഇടയ്ക്കൊക്കെ ചെന്ന് വായ്പയൊക്കെ വാങ്ങുന്നത്. സോ അവർക്കും ഈ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒരാളുണ്ട്. സിനിപോളിസ് തിയേറ്റർ ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക്. അതിനുശേഷം നമ്മുടെ കൊറിയോഗ്രാഫി അസോസിയേറ്റ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിൽ TT and requesting you to come here and be ready. So Akhil TT information ശേഷം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ അസിസ്റ്റന്റ് ജംഷിദ് ജമാൽ. And after that we are moving on to welcoming the dubbing artist. തീർച്ചയായിട്ടും പറയാം, നല്ലൊരു സിനിമ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഡബിംഗ്. So welcoming ധനശ്രീ and ജോജോ. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ സലീം, പ്രകാശ്, രജി, നിഖിൽ, മഹേഷ്, രാമചന്ദ്രൻ, സൈജു രാജ്, സുബി, ഗിരീഷ്, വിനീത്, കമറുൽ ഉസ്മാൻ, അരുൺ കുമാർ, വിഷ്ണു പ്രസാദ്, സുമേഷ്, പുഷ്പൻ, വിവേക് ഗംഗാധരൻ, നിഡുൻ ജി മനോജ്, ജിത് KJ, സുനിൽ കുമാർ KO and Mr. സുകേഷ്. വേദിയിലേക്ക് ഈ ഒരു മൊമെന്റോ നേടാനായിട്ട് എത്തുന്നവരുടെ ഒരു വലിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇതിൽ കൂടെ തന്നെ എൻറ്റർ ചെയ്യുക ആൻഡ് തിരിച്ച് അതിലൂടെ എക്സിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സുബി, ഗിരീഷ്, വിനീത് with us. നമ്മുടെ ലൈറ്റ് ഓഫീസേഴ്സ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനോദ് കൊല്ലം, രസ്മിത്, ആഘോഷ് ചന്ദ്, വിനീത് VV, ഗോപകുമാർ ട്രിവാൻഡ്രം, രഞ്ജിത്ത്, കുഞ്ഞുമോൻ, ശ്യാം and വിഷ്ണു. Welcoming the next set, unit driver Mr. Anish Idiki, the security and Ravish Chirangila. So all these are the production assistants. And yes, so our press and family in a movie success celebration. വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. So opposite side ഇവിടെ exit ചെയ്യാം. So this is a very humble request. ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഞങ്ങൾ നോട്ട് the names of production assistants. Once again, Mr. Shihab Waniyapalam, Mr. Amir Waniyapalam, Suresh Babu Bhandarakat, Mr. Pradeep Nedupasheri, Mr. Sachi Vijay Tiruvala, Mr. Rajesh Tiruvallamala, Mr. Rajesh KD and Ravish Chirangila. So that is the production assistants associated with the movie Prince and Family. Definitely and appreciating the hero for the film. അത് ഈ പറഞ്ഞ ടേണിംഗ് പോയിന്റ് തന്നെ. I think that's it. ആ ഒരു സെറ്റ് കഴിഞ്ഞു ആൻഡ് ഇനി ആശംസകളിലേക്ക് ഓവർ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ചുരുങ്ങളുടെ പേരല്ല ഉദ്ദേശിച്ചത്, ചില റിവ്യൂ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ സംഘടനയുടെ കാര്യമൊന്നുമല്ല, അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ കാര്യം എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതിന് അത്രയും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കുഴപ്പമില്ല, നിനക്ക് ഇനി ഒരു പ്രശ്നമില്ല. ഓക്കെ. So welcome. And yes, we are welcoming the next category, location sound recorders. Grace, thanks a lot. പക്ഷേ Please stay back. Great, thank you so much. And I should say with you.
അതിനുള്ള ഒരു ചെറിയ ട്രെയിലർ മാത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. താങ്ക് യു വെരി മച്ച്. Thank you, Jeda. Satellite partner Asianet, overseas partner Home Screen Entertainment. Meenakshi Madhavi, Joseph Jacob and Ashwin P. Jose. Distribution outside Kerala, AP International, OTT partner Z5, satellite partner Asianet and overseas partner Home Screen Entertainment. Thanks a lot for joining and another set of winners on the stay back, stay in the now. Let's give the awards. Welcoming Chartered Accountant Indu Bhavana, Accountants Deepak Jeevan, John Sebastian, Finance Manager Emmanuel Thomas. It is more like നമ്മുടെ in-house team തന്നെയാണ്. നമ്മുടെ Chartered Accountant Indu Bhavana, Accountant Deepak Jeevan, Accountant George Sebastian, Finance Manager Emmanuel Thomas, Harish and Rajiv, Administration and Distribution Head Babin Babu, Production in charge Akhil Yashodharan, Executive Producer Naveen T. Thomas, and നമ്മുടെ Line Producer, Actor ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ഓടി വന്ന ഒരാൾ കൂടിയാണ്. ഞങ്ങളൊക്കെ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷ് കൃഷ്ണൻ. Yes, the Prince and family, the core teamലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. The main team. Stephen. And നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ അഖിൽ രാജ് ചിറയിൽ. പ്രൊഡക്ഷൻ ഡിസൈനർ. With the next set of awards, the final set ഇന്നത്തെ ഈ ഒരു Prince and family അവസാനത്തെ set of awards ആണ്. Editor Sagar Das, Music and Background Score Sanal Dev, Cinematographer Renadiva, Artist Vinny Tatal, Urvashi Ma'am, Manju Pilla Ma'am, Bindu Paniker, Johnny Anthony Sir, Siddiq Sir, Dhyan Srinivasan, Rania Rana, Director Peter Stephen, yes, അങ്ങനെ Prince and family ഇത്രയും സക്സസ്ഫുൾ ആക്കിയ the core ടീമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റേജിലുള്ളത്. ജോസൂട്ടി ജേക്കബ് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുകയാണ് വിനീത് തട്ടിൽ. നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ സിനിമയിൽ കാണുന്ന മുഖങ്ങളതിനപ്പുറം നമ്മുടെ പോസ്റ്ററിൽ നമ്മൾ കാണുന്ന മുഖത്തെ
കൊടുക്കാട്ടോ ബിക്കോസ് പ്രിൻസിന്റെ ചിച്ചു റാണിയാണ് ഇപ്പോൾ ഒരു അവാർഡ് വാങ്ങിക്കുന്നത്. അടുത്തൊരു മൊമെന്റോ സ്വീകരിക്കാനായിരുന്നത് ജോൺസൺ ആണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോണി ആന്റണി. ഒപ്പം സിദ്ദിഖിയാണ്, രണ്ടുപേരും ഒരുമിച്ച്. The core team ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റേജിലുള്ളത്. Thank you so much. അടുത്തതായി നമ്മുടെ ഗിഫ്റ്റ് പാർട്ണർ ഐസ്പെയർ നിസാം മുസാഫർ. ഇന്ന് എല്ലാവർക്കും നമുക്ക് ഒരു ഐസ്പെയറിന്റെ പൗച്ച് കിട്ടി ബൈ ദം. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ദ സപ്പോർട്ട്. അടുത്തതായി നമുക്ക് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻചന്ദ് എത്തിയിട്ടില്ല, പക്ഷേ ധ്യാൻചന്ദ്ന് വേണ്ടിയിട്ട് സ്പെനു ചേച്ചി ഈസ് കളക്ടിംഗ് ദി അവാർഡ്. ഒന്ന് പെട്ടെന്ന് നമ്മളൊന്ന് വേദിയിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു. ധ്യാൻ ശ്രീനിവാസൻ അവാർഡാണ്. പുതിയ ധ്യാൻ ശ്രീനിവാസൻ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ധ്യാൻ അടുത്ത ആ ഒരു ശാസ്ത്രി കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. അതെ ഒന്നും പറഞ്ഞ് കെട്ടിയോളാണ്ട മാലോഹയുടെ മൊമെന്റ് ഇതുവരെ തന്നിട്ടില്ല. അത് തലമുറയ്ക്ക് കൈമാറാൻ തന്നാൽ കൊള്ളാവുന്നുണ്ട്. ഇത് ഞാൻ കൊടുക്കണം. നമ്മൾ അടുത്ത ഫംഗ്ഷനിൽ അതിന്റെ കൂടെ പേര് വെച്ചുകൊണ്ട് അത് വരും. താങ്ക് യു. ആൻഡ് ഷാരിസ്ക ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ. ഷാരിസ് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ഡയറക്ടർ മാക്സിമം ആളെ കൂട്ടിയിട്ടുണ്ട് ഓൺ സ്റ്റേജ് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നതായിട്ട്. ഷാരിസ് മുഹമ്മദ് എത്തിയിട്ടുണ്ട് ഇവിടെ. ഷാരിസ്കയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാരിസ്ക വന്നു കഴിഞ്ഞാൽ ഈ മൊമെന്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. റാണിയെ കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഓൺ സ്റ്റേജിലേക്ക്. സോ ഇപ്പോൾ ഐ തിങ്ക് പ്രിൻസൻ ഫാമിലിയുടെ മെയിൻ ദ കോർ ടീം ഒക്കെ ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുകയാണ്. സോ ബിന്ദു ചേട്ടൻ ഡയറക്ടറുടെ ഈ ഒരു മൊമെന്റ് ഹാൻഡ് ഓവർ ചെയ്യാണ്. അടുത്തൊരു മൊമെന്റ് കൊടുക്കുന്നത് നമ്മുടെ റൈറ്റർ ഷാരിസിക്കാണ്, ഷാരിസ് മുഹമ്മദ്. പക്ഷെ വിളിച്ചിട്ട് കാണുന്നില്ല. നമുക്ക് അടുത്ത മൊമെന്റിലേക്ക് കടക്കാം. അപ്പോഴത്തേനും വരുമെന്ന് വിചാരിക്കാം. അടുത്ത മൊമെന്റോ നമ്മുടെ ഒരു ബാനർ മാജിക് ഫ്രെയിംസ് നമ്മുടെ പ്രൊഡ്യൂസർ ലെസ്റ്റിൻ ചേട്ടനുള്ളതാണ്. സോ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ലെസ്റ്റിൻ സ്റ്റീഫനുള്ള ആ ഒരു മൊമെന്റ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ കൈമാറാം. എല്ലാ ഡിഗ്നിറ്ററീസ് എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ നമുക്ക് എല്ലാവർക്കും ഒരു കൈ കൊടുത്താൽ വളരെ കുറച്ച് പേരുള്ളൂ. ആകെ ഇത്തിരി പേരുള്ളൂ. നിങ്ങൾ എല്ലാവരും കൈയടിച്ചാലേ കേൾക്കുള്ളൂ. So എല്ലാവരും ചേർന്ന് ആ മൊമെന്റോ we are presenting this round of applause to our very favorite producer Lestin Stephen. And last but not least ഒരു മൊമെന്റ് കൂടിയാണുള്ളത്. അത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകനുള്ള അവാർഡാണ് ഫോർ ദിസ് 150th മൂവി, 150ാമത്തെ മൂവി. അതിന്റെ സക്സസ് സെലിബ്രേഷൻ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു മൊമെന്റ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ സ്വന്തം ദിലീപേട്ടന് നമുക്ക് കൈമാറാം. ഒരു സ്ട്രോങ് കൈയിടിയായാലും എല്ലാവരും ഒരുമിച്ച് നമ്മുടെ സ്വന്തം പ്രിൻസ്, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ്. So thank you ദിലീപേട്ട, നമുക്ക് ഇത്രയും നല്ലൊരു പ്രിൻസിനെ സമ്മാനിച്ചതിന്. ഷാരിസാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാരിസിന് അവിടെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ
അതെ, നമ്മുടെ ഷാരിസ് മുഹമ്മദ്, പുതിയ ഷാരിസ് മുഹമ്മദ് 2.0 വേദിയിലെത്തിയിട്ടുണ്ട്. അവാർഡാണ് ഇപ്പോൾ ഷാരിസ് 2.0 റിസീവ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. കുറച്ച് ഒരു 2-3 അവാർഡ് നമ്മൾ പെട്ടെന്ന് കൈമാറാം നമുക്ക്. രതീഷ്, രാഹുൽ ലജു, അങ്ങനെ നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. കുറച്ചധികം ലേറ്റായി പോയി, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. തുടങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായി പോയി. ജോൺ ചേട്ടൻ്റെ കാണാനൊക്കെ കണ്ടിട്ട് ചുമന്നിരിക്കുന്നത് 2 അടിച്ചതിൻ്റെ അല്ല, ജലദോഷം ഒക്കെ ആയിട്ട് ജോൺ ചേട്ടൻ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു 4 ദിവസമായിരുന്നു. അല്ലെങ്കിൽ ചേട്ടൻ എൻ്റെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ഫംഗ്ഷന് തന്നെ വയനാട്ടിൽ വന്നതിൽ ലഭ്യമുണ്ട്. മുമ്പേ പറഞ്ഞ കാര്യം നടക്കുകയല്ലോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ പ്രജീഷ് കേട്ടോ, എൻ്റെ പണ്ട് ഇതുപോലെ ഒരു ആദ്യത്തെ പടം ഈ പടം ഹിറ്റാകാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾ പ്രജീഷ്. ഈ എന്തായാലും ക്രിസ്ത്യൻ്റെ ആർമി സ്ട്രോങ് കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ലേറ്റായി, എല്ലാവരും ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അടുത്ത സിനിമയ്ക്ക് ഇതുപോലെ ഒരു സക്സസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. അപ്പം ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു വെരി മച്ച്. ഒരു വളരെ സ്പെഷ്യൽ ആയിട്ട് കാര്യം കൂടി ചെയ്യാനുണ്ട്. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ദിലീപ് ഫാൻസ് അസോസിയേഷൻ പങ്കുചെയ്യുന്ന ടീഷർട്ടാണ് നമ്മൾ പ്രകാശനം ചെയ്യുന്നത്. നമുക്ക് നല്ല കൈയ്യടി കൊടുക്കാം എല്ലാവരും ഒരുമിച്ച്. For all Dilip fans, especially in Bahrain, but then all around the world. ദിലീപിന്റെ ആരാധകർ, ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ represent ചെയ്തുകൊണ്ടിരിക്കുന്നത്. So thank you so much. Thanks a lot, ladies and gentlemen. Once again, from the stage of for more and more amazing Malayalam movies, we'll be back and stay tuned. Good night, Shubharatri, everybody.